വണ്ണം കുറയ്ക്കാനും മസിൽ ബിൽഡ് ചെയ്യാനും ഒക്കെ കോമ്പൗണ്ട് എക്സസൈസസ് നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ടിൽ ആഡ് ചെയ്യണം. എന്നാൽ സങ്കടകരമായ കാര്യം ഈ മുട്ടിനുവേദന ഉള്ളവർക്കും ഒരുപാട് വണ്ണം ഉള്ളവർക്കും ഒന്നും സ്ക്വാട്സ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ളവർക്ക് മോഡിഫൈഡ് ഡെഡ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് സ്ക്വാട്സിന്റെ സെയിം ബെനിഫിറ്റ് അവർക്ക് നേടിയെടുക്കാവുന്നതാണ്. ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു, ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടു കാണില്ല. ഇത് നിങ്ങൾക്ക് അത്രയ്ക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. മുട്ടിനുവേദന ഉള്ളവരും ഒരുപാട് വണ്ണമുള്ള ആളുകളും ഒക്കെ ഇതുപോലുള്ള നീ സപ്പോർട്ടർ മേടിച്ചിട്ടതിന് ശേഷം മാത്രമേ ലെഗിന് വർക്കൗട്ട് ചെയ്യാവൂ. ശരിക്കും ഡെഡ് ലിഫ്റ്റ് ചെയ്യേണ്ടത് ഇതാ ഇങ്ങനെയാണ്. പക്ഷേ മുട്ടിനുവേദന ഉള്ള ആളുകൾ കാലിൻ്റെ മുട്ടിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചതിന് ശേഷം ഹിപ്പിൻ്റെ മൂവ്മെൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് കാലിൻ്റെ മുട്ട് ഒരു 25 ഡിഗ്രി മാത്രം ബെൻഡ് ചെയ്തതിന് ശേഷം ഹിപ്പിൽ കൂടുതൽ മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ താഴേക്ക് കുനിയുക. അപ്പർ ബോഡി പാരലൽ ടു ദ ഫ്ലോറിലാക്കിയതിന് ശേഷം നേരെ റിവേഴ്സ് കൊണ്ടുവരിക. താഴുമ്പോഴും പൊങ്ങുമ്പോഴും നിങ്ങളുടെ സ്പൈൻ ഒരിക്കലും ബെൻഡ് ചെയ്യാൻ പാടില്ല. സ്ട്രെയിറ്റ് ആക്കി പിടിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. അടുത്തത് ഈ വർക്കൗട്ടിൻ്റെ പ്രോഗ്രഷനാണ്. അതൊരു 45 ഡിഗ്രി വരെ നിങ്ങൾക്ക് മുട്ടിന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പെയിൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 45 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ വർക്കൗട്ട് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. കാലിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഹിപ്പിൻ്റെ മൂവ്മെൻറ്റ് കുറയ്ക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് മുട്ടിനുവേദന തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 90 ഡിഗ്രി വരെ നീ ബെൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യം പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാംസ്ട്രിങ്ങും ഗ്ലൂട്ട്സും ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കാലിൻ്റെ മുട്ട് കൂടുതൽ ബെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ക്വാഡ്രൈസസ് മസിൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റും കൂടിക്കൂടി വരുന്നു. ഇതൊക്കെ ഇത്ര ഗ്യാരണ്ടി ആയിട്ട് പറയാൻ ഞാൻ ആരാണെന്നല്ലേ? പാർഷ്യൽ ലിഗമെന്റ് ടയറും ഗ്രേഡ് 1 ആർത്രൈറ്റിസും വെച്ചിട്ടാണ് ഞാൻ വർഷങ്ങളായിട്ട് ഈ കാണുന്ന പരാക്രമങ്ങളെല്ലാം ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്.